എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അജയ് കുമാർ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് പൊണ്ണത്തടിയെക്കുറിച്ചാണ്. എങ്ങനെ നമ്മൾക്ക് ശരീരത്തിൻ്റെ അധിക ഭാരവും പൊണ്ണത്തടിയും നമ്മൾക്ക് കുറയ്ക്കാം. നമ്മൾക്ക് എന്താണ് നമ്മൾ പൊണ്ണത്തടി എന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. എങ്ങനെയാണ് ഈ പൊണ്ണത്തടി വരുന്നത്? വെറുതെ പൊണ്ണത്തടി വരില്ല. ഇത് ഒരുപാട് കാലത്തെ പരിശ്രമം കൊണ്ട് തന്നെയാണ് ഈ പൊണ്ണത്തടി വന്നിരിക്കുന്നത്. അപ്പോൾ പൊണ്ണത്തടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കാണെങ്കിൽ തന്നെ നമ്മൾക്കൊരു കോൺഫിഡൻസ് ലെവൽ തന്നെ പോകും. നമ്മുടെ ആൾക്കാർ നമ്മൾ നോക്കുന്നുണ്ടോ, നമ്മൾ ചിരിക്കുന്നുണ്ടോ, ഇതെല്ലാം നോക്കിക്കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കോൺഫിഡൻസ് പോകും. കുട്ടികൾക്കാണെങ്കിൽ പഠിക്കാനുള്ള കോൺഫിഡൻസ് പോകും. അപ്പോൾ നമ്മൾക്കൊരു കോൺഫിഡൻസോട് കൂടി ബാക്കിയുള്ള ആൾക്കാരുടെ മുന്നിലേക്ക് നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പൊണ്ണത്തടി ഒന്ന് കുറച്ചുകൊണ്ട് ശരീരം നല്ല സ്റ്റിഫായിട്ടിരിക്കുന്ന മാതിരി നമുക്ക് തോന്നണം. നമുക്ക് നല്ല ഫീലിങ്സ് വരണം ആ സമയത്ത്. അപ്പോൾ പൊണ്ണത്തടി എങ്ങനെ കുറയ്ക്കാമെന്ന് നമ്മൾക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് വരുന്ന ഊർജവും നമ്മൾ ചെലവാക്കുന്ന ഊർജവും തുല്യമാകുന്ന അവസ്ഥയാണ് എനർജി ബാലൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ഭക്ഷണത്തിൽ നിന്ന് എത്രയാണോ ഊർജം കിട്ടുന്നത് അത്രയ്ക്ക് ഊർജം നമ്മൾ ചെലവാക്കുന്നു. അപ്പോൾ എനർജി ബാലൻസ് ആകും. ഇനി ഭക്ഷണത്തിൽ നിന്ന് കൂടുതൽ ഊർജം ലഭിക്കുകയും അത് ചിലവാകാതെ ശരീരത്തിൽ കെട്ടിക്കിടക്കും ശരീരത്തിൽ, ആ അവസ്ഥയ്ക്ക് പോസിറ്റീവ് എനർജി ബാലൻസ് എന്ന് പറയും നമ്മൾ. ആയല്ലോ? മനസ്സിലായല്ലോ? ഭക്ഷണത്തിൽ നിന്ന് കൂടുതൽ നമുക്ക് എനർജി കിട്ടും, പക്ഷെ അത് പുറത്തേക്ക് പോകുന്നില്ല, അത് ശരീരത്തിൽ കെട്ടിക്കിടക്കും. അപ്പോൾ പോസിറ്റീവ് എനർജി ബാലൻസ് ആയി. ഇനി ഈ എന്താണ് നെഗറ്റീവ് എനർജി ബാലൻസ് നമുക്ക് നോക്കാം. ഭക്ഷണത്തിലൂടെ കൂടുതൽ ഊർജം ലഭിക്കുകയും അത് ചിലവാകാതെ ശരീരത്തിൽ കെട്ടിക്കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പോസിറ്റീവ് എനർജി ബാലൻസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണത്തിൽ നിന്ന് കുറവ് ഊർജം ലഭിക്കുകയും കൂടുതൽ ഊർജം ശരീരത്തിൽ കെട്ടിക്കിടക്കുകയും അത് നമ്മൾ ചെലവഴിക്കാതെ കിടക്കുകയും ചെയ്യുമ്പോൾ അതിനെ നെഗറ്റീവ് എനർജി ബാലൻസ് എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾക്ക് നെഗറ്റീവ് എനർജി ബാലൻസ് ആണോ പോസിറ്റീവ് എനർജി ബാലൻസ് ആണോ എന്നുള്ളത് നമ്മൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റാവുന്നതാണ്. അത് അപ്പോൾ പൊണ്ണത്തടിയുടെ ഭക്ഷണം കുറച്ചുകൊണ്ട്, അതായത് പൊണ്ണത്തടി ഉള്ളവർ ഭക്ഷണം നല്ലപോലെ കുറച്ചുകൊണ്ട് എനർജി ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് പൊണ്ണത്തടിയെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതാണ്. ഒപ്പം നമ്മൾ വ്യായാമവും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ വ്യായാമം ചെയ്യണം, നമുക്ക് നെഗറ്റീവ് എനർജി ബാലൻസ് ആക്കണം, പോസിറ്റീവ് എനർജി ബാലൻസ് ആക്കണം എന്നെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇത് മാത്രം ചെയ്താൽ പോരാ, പൊണ്ണത്തടിയന്മാരുടെ സ്വഭാവം അപ്പാടെ മാറ്റിയെടുക്കണം. പൊണ്ണത്തടിയന്മാർക്ക് തടി വരുവാനുള്ള കാരണം വർഷങ്ങളായി അവർ പിന്തുടർന്നു വരുന്ന ചില സ്വഭാവ വിശേഷങ്ങളാണ്. അവർ തടി വരുവാനുള്ള എല്ലാ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ സ്വഭാവ വിശേഷങ്ങൾ പൊണ്ണത്തടിയുള്ളവർ, നല്ല തടിയുള്ളവർ മാറ്റുക തന്നെ വേണം. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവരെ നമ്മൾക്കൊന്ന് ബോധവൽക്കരിക്കണം. ഇതെങ്ങനെ നമ്മൾക്ക് ആഹാരത്തിൽ സമയനിഷ്ഠ കൊണ്ടുവരികയും എങ്ങനെ കുറയ്ക്കുകയും എന്നെല്ലാം അവരെ നമുക്ക് ബോധവൽക്കരിച്ചെടുത്താൽ മാത്രമേ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ വിപത്തുകൾ, പൊണ്ണത്തടി ഉള്ളതുകൊണ്ട് വിപത്തുകൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ. ഇനി ഇതിന് എന്തെല്ലാം നമ്മൾ ചെയ്തിരിക്കണം? ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, പൊണ്ണത്തടിയുള്ള വീട്ടിൽ തൂക്കം നോക്കുന്ന ഒരു യന്ത്രം മേടിച്ച് ഫസ്റ്റ് തന്നെ വെക്കണം. എല്ലാ ദിവസവും ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾക്ക് എത്രയുണ്ട് തൂക്കം, ഇത് എത്ര നമ്മൾ കുറച്ച് കൊണ്ടുവരണം, ഈ മാസം നമ്മൾക്ക് എത്ര തൂക്കം കുറയ്ക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, പൊണ്ണത്തടി ഉണ്ടാകുവാൻ നമ്മളെ സഹായിച്ചിട്ടുള്ള ഡയറ്റ്, അത് നമ്മൾ മാറ്റുക തന്നെ വേണം. നമ്മൾ പല ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടായിരിക്കും, എന്ത് ഭക്ഷണം കഴിച്ചാലും, രാവിലെ കഴിച്ചാലും ഉച്ചയ്ക്ക് കഴിച്ചാലും വൈകുന്നേരം കഴിച്ചാലും അപ്പോൾ പോയിട്ട് എന്തെങ്കിലും ഒരു മധുരം എടുത്ത് കഴിക്കും. ചില ആൾക്കാർ ലഡു കഴിക്കുന്ന കാണാം, ചില ആൾക്കാർ അപ്പോൾ തന്നെ പോയിട്ട് ഒരു മിഠായി എടുത്ത് കഴിക്കുന്ന കാര്യം, മധുരം കഴിക്കും. ഇത് പൊണ്ണത്തടി ഉണ്ടാക്കുവാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ഡയറ്റിൽപ്പെട്ടൊരു സംഗതി തന്നെയാണ്. പിന്നെ അടുത്ത കാര്യം, ടി വിയുടെ മുന്നിലിരുന്നിട്ടേ അധികം ഈ തടിയുള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കുള്ളൂ. ഈ ടി വിയുടെ മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. എന്തുകൊണ്ട് ടി വിയുടെ മുന്നിലിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് നമ്മൾ പറയുന്നത്? ടി വിയുടെ മുന്നിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ കാണുന്നു ടി വിയിൽ. പക്ഷെ എന്തൊക്കെയാണ് നമ്മൾ കഴിച്ചിരിക്കുന്നത്, എത്ര ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കുന്നു, എപ്പോൾ നമ്മൾ നിർത്തണം, ഇതൊന്നും ആലോചനയില്ലാതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അത് തീരുമ്പോൾ അടുത്ത സ്റ്റെപ്പ് വന്ന് വിടും. എത്ര കോഴ്സ് ഇത് കഴിച്ചു എന്ന് നമ്മൾക്കും അറിയില്ല, ഇത് കഴിക്കുന്ന ആൾക്കും അറിയില്ല, ഇത് കൊടുക്കുന്ന ആൾക്കാർക്കും അറിയില്ല. അതുകൊണ്ട് ടി വിയുടെ മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കുക. പിന്നെ
ചില ആൾക്കാർക്ക് ചില പ്രത്യേക അളവിലുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രമേ അവർക്ക് വയറ് നിറഞ്ഞു എന്ന് തോന്നൂ. നമുക്ക് ഓക്കെ, നമ്മൾ ഫുൾഫിൽ ആയിട്ടുണ്ട് വയറ് എന്ന് തോന്നണം നമ്മൾക്ക്. അതിന് ഒരു പ്രത്യേക അളവിലുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഇത് കഴിച്ചു എന്ന് തോന്നുള്ളൂ ചില ആൾക്കാർക്ക്. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള ഫുഡെല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ഈ തടി കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം തന്നെ അവർക്ക് നമ്മൾ സലാഡുകൾ കഴിക്കാം. സൂപ്പ് കഴിക്കുന്നത് നല്ലതാണ് അവർക്ക്. അപ്പോൾ ഭക്ഷണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആമാശയത്തിൽ ഒരു ലെവലിൽ വരെ നമുക്ക് ഫുൾഫിൽ ആയിട്ടുണ്ടാവും. അതിനുശേഷം ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കുറഞ്ഞു കിട്ടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾക്ക്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ ഒരു 80% ഭക്ഷണം അകത്ത് ചെന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ നിർത്തണം. അത് വളരെ നല്ലതാണ്. വയറെപ്പോഴും നല്ലോണം നിറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്. നമ്മൾക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിൻ്റെ ഒരു 80% മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ ഭക്ഷണങ്ങൾ നമ്മൾ ശീലമാക്കുക. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലുള്ള കാലഘട്ടങ്ങളിലും അട കിട്ടുമായിരുന്നു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ അട കിട്ടും നമ്മൾക്ക്. അങ്ങനെ ഒരുപാട് വെറൈറ്റി പുഴുങ്ങിയിട്ടുള്ള അടകൾ കിട്ടും നമ്മൾക്ക്. ഒരുപാട് വെറൈറ്റികൾ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പപ്സ് മേടിക്കുന്നു, അല്ലെങ്കിൽ ആ ടൈപ്പ് ഒരുപാട് ബേക്കറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം പൊണ്ണത്തടി ഉണ്ടാക്കുവാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഡയറ്റുകളാണ്. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ എനർജി ബാലൻസിനെ കറക്റ്റ് ചെയ്താൽ നമ്മൾക്ക് ഈ പൊണ്ണത്തടിയിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യാം. നല്ല കോൺഫിഡൻസോടുകൂടി ജീവിതം കൊണ്ടുപോവുകയും ചെയ്യാം.